പിന്നെ ഒലിമ്പിറ്റോ എന്തൊലിമ്പണ് തുണിയിട്ട് ഒലിമ്പാതി കടിക്കില്ല 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 കണ്ടോ കൂട്ടുകാരെ രാവിലത്തെ കുറച്ച് വിശേഷം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ആദ്യമേ പറയാമല്ലോ, അത്ര വലിയ ചാനലൊന്നല്ല നമ്മുടേത്, ചെറിയൊരു ചാനലാണ്. വീഡിയോസൊക്കെ ഡെയിലി അങ്ങോട്ട് ഇട്ട് പോവുക. നമുക്കോരോ പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ എത്തും ഒന്ന് ക്ലിക്കാവുന്നുള്ളത്. അത്ര വലിയ ക്ലിക്കല്ലാത്ത ചാനലായതൊക്കെ നമ്മളെ ചാനലെന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നതിന് അപ്പുറം ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. കാരണം വിരലിലെണ്ണാവുന്നത് 10 10ൽ കൂടുതൽ ആളുകൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അതിന് വലിയ റീച്ച് ആവണം, റിച്ച് ആവണം, വലിയ ആളുകളൊന്നും നമുക്ക് അത്ര വൈറലാവുമൊന്നും വേണ്ട. നമ്മളെ വീഡിയോ ഏകദേശം ഒരു 1000, 2000, 3000, 4000 ആളുകൾ തന്നെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹമുള്ളൂ കേട്ടോ. 10ൻ്റെ മുകളിലേക്കും പോകണ്ട, 10ൻ്റെ താഴെയായിട്ട് 10ൻ്റെ താഴെ, അതായത് 15,000 താഴെയും അല്ലെങ്കിൽ 15,000 വരെ മാത്രം പോയാൽ മതി നമ്മളെ വീഡിയോ എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ കേട്ടോ. അധികം വലിയ ക്ലിക്കായിട്ട് കുറേ അങ്ങോട്ട് കയറി പോകണ്ട. കാരണം കുറേ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പല അഭിപ്രായങ്ങളും എല്ലാതും കൂടും. പിന്നെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചും നമ്മളെ വിശേഷങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോസാണ് നമ്മൾ തയ്യാറാക്കി ഇടുന്നത്. കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു നല്ലൊരു ട്രൈപ്പോഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഏതായാലും എന്താ പറയുക, വീഡിയോസൊക്കെ ഡെയിലി അങ്ങനെ ഇട്ട് പോകും. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു വീഡിയോസായിട്ട് ഇട്ട് ജസ്റ്റ് ഒരു ചാനൽ ഫാമിലി വ്ളോഗായാലും കുക്കിംഗ് വീഡിയോയിലൊക്കെ ആയാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പല ആളുകൾക്കും തോന്നും അതാ വീഡിയോ ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോണില്ലല്ലോ. ഒരു ദിവസം ഒരു ചാനൽ തുടങ്ങി വിചാരിച്ചിട്ട് വീഡിയോ അങ്ങോട്ട്, ഞാനൊക്കെ 4 വർഷമായി മലപ്പുറം തമ്മിൽ വ്ളോഗ് കൊണ്ട് നടക്കൽ തുടങ്ങിയിട്ട്. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക, ഇട്ട് നിർത്തരുത്. ഇപ്പോൾ യൂട്യൂബൊക്കെ പറയും നിങ്ങൾക്ക് മോണിറ്റൈസ് ആക്കൂല, ആളുകൾ നിങ്ങളെ വീഡിയോ കാണില്ല 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 കാണില്ല. നമ്മൾ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ 10 ആളാണ് കാണുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് 20 ആൾ കാണേണ്ട മിടുക്ക് നമ്മളതാണ്. മനസ്സിലായോ? നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തരില്ല എന്നാൽ നമ്മൾ വാങ്ങും നമുക്കൊരു മനസ്സിലൊരു ധാരണ വേണം. എന്നാലേ വീഡിയോ ഇട്ടിട്ടുള്ള കാര്യം. അല്ലാതെന്താ കുറേ അങ്ങോട്ട് വീഡിയോ ഇട്ടിട്ട് പകുതി എത്തും. ചില ആളുകളൊക്കെ ഒരു 4000 വാച്ച് അവറാണ്, 4000 മണിക്കൂറാണ്. ഈ 4000 മണിക്കൂറിൽ ഒരു 3500 മണിക്കൂറാകുമ്പോഴേക്കും മടുത്ത് നിർത്തിപ്പോണ കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ 2000 വരെ ആയിട്ട് നിർത്തിപ്പോണ. എന്തിന്? ഇതൊരു കഷ്ടപ്പാടാണ്. ഇതിൽ എന്താണെന്നോ, കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് വരുമാനം കിട്ടും. ഏതായാലും നിങ്ങൾ നെറ്റ് മുടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചാനലില്ലാത്തവരാവും. എന്താ ഒരു ചാനലോട് തുടങ്ങി നോക്കിയും ഏതായാലും നെറ്റ് കാണുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണണ്ടെന്നല്ല കേട്ടോ, നമ്മൾ വീഡിയോ കാണണം. നിങ്ങൾ കണ്ടാൽ തന്നെ നമുക്കതൊരു ഉപകാരമുള്ളൂ. നിങ്ങൾ ആ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങളൊരു ചാനൽ തുടങ്ങി ഒരു വീഡിയോ ഇട്ട് നോക്കിയും പിന്നെ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ. ഇതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്താൻ നമുക്ക് നേരേ ഉണ്ടാവില്ല. പിന്നെ ആരോടും മിണ്ടാനും നേരം ഉണ്ടാവില്ല, വർത്തമാനത്തിന് നേരം ഉണ്ടാവില്ല. കാരണം നമ്മൾ നയിക്കണത് നമ്മളെ പ്രൊഫഷൻ, നമുക്കൊരു പണിയാണത്. വീഡിയോ ഇടുക, അതങ്ങോട്ട് റീച്ചാക്കാൻ നോക്കുക, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ചില ആൾ പറയും 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇട്ടാൽ മതി. നമ്മളെ വീഡിയോ കാണുമ്പോൾ കുറേ റീച്ചായ ഒരുപാട് ചാനലുകാരൊക്കെ നമുക്ക് പരിചയമുണ്ടാവും. ഓരോടൊക്കെ ചോദിച്ച് വീഡിയോസൊക്കെ 2 ദിവസം 3 ദിവസം കൊണ്ടുവന്ന് ഓർക്കൊക്കെ 2-3 ദിവസം ഇട്ടിട്ട് കാര്യം ഉണ്ടാവും. കാരണം ഒക്കെ 1000 കാണാണ്ടാവും, 2000 കാണാണ്ടാവും. ഈ സാധാരണക്കാർ അപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങുന്ന ആളുകൾ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ 10 ആവും, 15 ആവും. പക്ഷെ അങ്ങനെ നമ്മൾ വിട്ട് കൊടുക്കാൻ പാടില്ല. ആ 10നെ നമുക്ക് 20 ആക്കാം, 20നെ നമുക്ക് 30 ആക്കാം, 30നെ നമുക്ക് 40 ആക്കാം. അങ്ങനെ ഡെയിലി ഇട്ടിട്ട് എൻ്റെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ 100 ആളുകളാണ്. ഞാൻ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ഞാൻ നാളെ 110 ആക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ആളുകൾ ചിലപ്പോൾ ഒരു 100 ആളുകളാവും, 100 ഉണ്ടാവില്ല, ഒരു 70 ആളുകൾ വിചാരിക്കുക. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കില്ല. 70 ഒരു 30 ആളെയും കൂടി നമ്മൾ കൂട്ടുക നമ്മളെ കൂടെ. അപ്പം അത് 100 ആളുകളായില്ലേ.
കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ വീഡിയോ കാണുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ, വേറെ വേറെ മേഖലയിലുള്ള ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അങ്ങനെ കണ്ട് ഇങ്ങനെ യൂട്യൂബിന് മനസ്സിലാക്കണം, ഇവരെ നമ്മളിങ്ങനെ വിട്ടാൽ പോരാ, നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. നല്ല തംബ്നെയിൽ കണ്ടൻറ്റ് ഒക്കെ ആയിട്ട്. പക്ഷേ ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. കണ്ടൻറ്റ് ഉണ്ടാക്കാനേ അറിയാത്ത ആളാണ്. നമ്മളെ ഫാമിലിയിൽ എങ്ങനെയാണോ അങ്ങനെ ചെയ്യണ വീഡിയോസാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ നമ്മളിത് എവിടെ എത്തുന്നില്ല. വല്ല കുത്തിത്തിരിപ്പോ വല്ല ഗോസിപ്പോ അങ്ങോട്ട് തമ്മിത്തല്ലോ ഇങ്ങോട്ട് തമ്മിത്തല്ലോ ആരെങ്കിലും പച്ചറിച്ച് തിന്നിട്ടുള്ള വീഡിയോ ഇടുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറിപ്പോവും. കാരണം മനുഷ്യന് വേണ്ടത് മനുഷ്യത്വമല്ല പച്ചറിച്ച് തിന്നുന്ന വീഡിയോസ്, ആരെങ്കിലും അങ്ങോട്ട് തമ്മിൽ തല്ലണത്, അമ്മായിമ്മപ്പോര് അമ്മമ്മശമ്പോര്, വീട്ടിൽ നിന്ന് തെറ്റി ഇറങ്ങി, വീട്ടിൽ നിന്ന് പടി വെച്ച് ഉന്നം വെച്ചു, അഞ്ച് വെച്ച്, ഇന്ന് വെച്ച്, ഭർത്താവിൻ്റെ കുറ്റം, മറിച്ചുകൊണ്ട കുറ്റം, അതൊക്കെ ഇങ്ങോട്ട് കേട്ട് റീച്ചാകാം ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളായിട്ട് അങ്ങോട്ട് വീഡിയോ ഇട്ട് പോവുക. എന്നെങ്കിലും ഒരു ദിവസം യൂട്യൂബ് പറയും, ഇതിനെ കൊണ്ട് കുഴങ്ങിയല്ലോ ഒരു വീഡിയോ ഇട്ടിട്ട്, ഇത് എന്നും വീഡിയോ ഇടുക, എൻ്റെ യൂട്യൂബിൽ കയറി ഇങ്ങനെ നമ്മൾ വീഡിയോ ഇടുക, എന്നാൽ അവളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, എന്നാൽ കുറച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ ആളുകൾക്ക് നമുക്ക് ഒരു ഇത് അറിയില്ല, ഒരു ക്യൂരിയോസിറ്റി. എന്താ പേര് വീഡിയോ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊടുക്കുന്നത് ഇതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മളിതൊക്കെ ജസ്റ്റ് തുറന്ന് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാവരും ഐഫോൺ ആണെന്നൊന്നുമില്ല വീഡിയോ ഇടാൻ, സാധാ ഫോണാണെങ്കിൽ സാധാ ഫോണിൽ വീഡിയോ ഇട്ടുമല്ലോ. പിന്നെ ക്ലാരിറ്റി തിരഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ ഈ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണുകാരുടെ അവസ്ഥ. നമുക്ക് നമ്മളതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ആസ്പോറ കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. ഉള്ള വീഡിയോ തീരെ ക്ലാരിറ്റി ഇല്ല, അതായത് ഒരു ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഓക്കെ അവളെ വിഷമം അറിയുള്ളൂ. നല്ല ഫോൺ ഉണ്ടായെങ്കിൽ അവൾക്ക് നല്ല വീഡിയോ ചെയ്യാമെന്നുള്ളത് അവൾക്ക് ഉണ്ട്. പക്ഷെ അവളെ കൊണ്ട് നടക്കില്ല. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ്. ഒരു 100 രൂപയൊക്കെ നമുക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ കൂട്ടത്തിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ പലരും ഉണ്ടാവുമല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അസ്പൂറ വ്ളോഗ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. നമ്മളെ യൂട്യൂബ് ചാനലിൽ അസ്പൂറ എന്നൊന്ന് അടിച്ചാൽ തന്നെ അവളുടെ വീഡിയോസ് വരും. ഉമ്മയും മക്കളും കൂടിയിട്ടാണ്, അവൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഫാമിലിയിൽ നിന്നും മറ്റുള്ളവർക്കൊക്കെയുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടും. പക്ഷേങ്കിൽ എന്നാലും എത്രയോ സഹായിക്കാൻ ഒറ്റയടിക്കുള്ള വീട് കയറാൻ പറ്റിയ സഹായിക്കാൻ പറ്റിയ ഒരുപാട് ആളുകളുണ്ട്. എന്നാലും അതിന് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് നമുക്ക് ചുറ്റും. ഏതെല്ലാം രക്ഷപ്പെടട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഞാൻ രാവിലത്തെ എൻ്റെ പരിപാടി കണ്ടില്ല, മുറ്റം അടിച്ചാൽ കഴിഞ്ഞിട്ട് അടിച്ചത് തുറക്കലൊക്കെ അമ്മയാണ് കേട്ടോ. നമ്മൾക്ക് അതിൻ്റെതായ പണികളൊക്കെ വേഗം എടുക്കും. എനിക്ക് 3 മക്കളെയും കൊണ്ടൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ എന്ന് വിചാരിക്കും. എല്ലാ പണികളും അമ്മേനെ തയ്യാറാക്കല്ലോ കേട്ടോ, പണ്ടില്ല അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മേനെ കിട്ടിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞാൽ കുട്ടിക്ക് ഞാൻ അമൃതപ്പൊടി അല്ല കേട്ടോ, രാഗിയാണ് ഇന്ന് കൊടുക്കുന്നത്. രാവിലെ തന്നെ രാഗിയൊക്കെ വിരകി വെച്ചിട്ട് ഞാനത് ചെക്കന് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദി കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ദൈവത്തിനെ ഞാൻ അങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടോ. അപ്പോൾ എന്നോട് കേട്ട് അച്ഛൻ ശ്രീകോട്ടൻ വന്നു, പിന്നെ മക്കളും വന്നു. പിന്നെ എന്തെങ്കിലും തിന്നാൻ കൊടുക്കുമ്പോൾ നമ്മൾ കൂടിയിരുന്നിട്ടൊക്കെ കേട്ടോ നമ്മളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, മക്കൾ 2 ആളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഓരോ കഥകളും തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ അത് നോക്ക്, എൻ്റെ ക്യാമറയ്ക്ക് നോക്ക്, ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എവിടെ ഓളൊക്കെ വേറെ ലോകത്താണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്ര മാത്രം. അപ്പോൾ നമ്മളെ വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ എല്ലാ മുത്തമണികളോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു.